ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് സെക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് വേർബാണ്. വേർബ് എന്ന് വെച്ച് നമുക്കറിയാം ക്രിയ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കാം. A verb is defined as a word or phrase that describes an action, condition or experience. അതായത് ഒരു വേർബ് അല്ലെങ്കിൽ ക്രിയ എന്നത് ഒരു പ്രവർത്തനം, അവസ്ഥ, അതല്ലെങ്കിൽ അനുഭവം എന്നിവയെ വിവരിക്കുന്ന ഒരു വാക്കാണ്. അത് നമുക്ക് അതിന്റെ ടൈപ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആക്ഷൻ വേർബ്, സ്റ്റേറ്റീവ് വേർബ്, ഓക്സിലറി വേർബ്സ്, അതല്ലെങ്കിൽ അതിനെ ഹെൽപ്പിംഗ് വേർബ് എന്നും പറയാറുണ്ട്, മോഡൽ വേർബ്സ്, ഫ്രേസൽ വേർബ്സ്, ലിങ്കിങ് വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബ്സ്. നമുക്ക് വൺ ബൈ വൺ എക്സാമ്പിളോട് കൂടി മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം ആക്ഷൻ വേർബ്. ആക്ഷൻ വേർബ് എന്ന് വെച്ചാൽ റെഫറിങ് ടു ആൻ ആക്ഷൻ, അതായത് മൂവ്മെന്റ് ഓഫ് വൺസ് ബോഡി, സംതിങ് വിസിബിൾ ഓർ ഫിസിക്കൽ. ഇതിനെ സാധാരണ ഡൈനാമിക് വേർബ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ചലനം അല്ലെ ശരീരപരമായ പ്രവർത്തനമാണ് ഈ ഒരു ആക്ഷൻ വേർബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ആക്ഷൻസ്, തിങ്സ് വി ക്യാൻ സീ ഓർ ഡു. അതിന്റെ എക്സാമ്പിളോട് നോക്കാം. വാക്കിംഗ് അതായത് നടക്കുന്നു, റണ്ണിങ് ഓടുന്നു, സ്മൈലിംഗ് ചിരിക്കുന്നു, വേവിംഗ് ഹാൻഡ് കൈവീശുന്നു, സിറ്റിംഗ് ഇരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബോഡിയും കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയ കാരണം ഇതിനെയാണ് ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈനാമിക് വേർബ് എന്ന് പറയാറുള്ളത്. നമുക്ക് അതിന് 3 എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം സെന്റൻസ് ആയിട്ട്. ഹി റൺസ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ ഓടുന്നു. ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുന്നു. അലീന ടീച്ചേഴ്സ് ഇംഗ്ലീഷ്, അലീന ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഷീ ഡ്രിങ്ക്സ് മിൽക്ക്, അവൾ പാല് കുടിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബോഡിയും കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഈ എല്ലാ എക്സാമ്പിൾസും ആക്ഷൻ വെർബിൽ പെടുന്നവയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റീവ് വെർബാണ്. സ്റ്റേറ്റീവ് വെർബ് എന്ന് വെച്ചാൽ റെഫറിങ് ടു ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ്, മെന്റൽ സ്റ്റേറ്റ്സ്, പൊസഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നതാണ്. അതായത് മാനസികാവസ്ഥ, വികാരങ്ങൾ, ഉടമസ്ഥത, ചിന്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോട്ടിഫൈ ചെയ്യാനാണ് സ്റ്റേറ്റീവ് വെർബ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഏതൊക്കെ വേർഡ്സ് ആണ് സാധാരണയായി യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലവ്, ഹെയ്റ്റ്, പ്രിഫർ, ഹാവ്, ഓൺ, ബിലോങ്, അപ്പിയർ, അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് സ്റ്റേറ്റീവ് വെർബിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഐ ഹേറ്റ് ഹിം, എനിക്കവന് വെറുപ്പാണ് അല്ലെങ്കിൽ എനിക്കവന് ദേഷ്യമാണ്. ഹെയ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റേറ്റീവ് വെർബ് വന്നിരിക്കുന്നത്. അത് ഒരു ആക്ഷൻ വെർബ് അല്ല, അതൊരു ഫീലിങ്സ് ആണ് അല്ലേ. നെക്സ്റ്റ്, ഹി ലവ്സ് ഹെർ, അവൻ അവളെ സ്നേഹിക്കുന്നു. ഇവിടെ ലവ് എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റേറ്റീവ് വെർബ്. നെക്സ്റ്റ്, ഐ പ്രിഫർ ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് കൂടുതൽ ഇഷ്ടമാണ്. അധികം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, പ്രിഫർ ആണ് ഇവിടുത്തെ സ്റ്റേറ്റീവ് വെർബ് വന്നിരിക്കുന്നത്. ദേ ഹാവ് 2 കാർസ്, അവർക്ക് 2 കാറുകളുണ്ട്. കയ്യിലുള്ള കാര്യമാണ് പറഞ്ഞ പൊസഷൻ, ഹാവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദേ ഓൺ എ ബ്യൂട്ടിഫുൾ ഹൗസ് ഇൻ ദ സിറ്റി, നഗരത്തിൽ അവർക്കൊരു മനോഹരമായ വീട് സ്വന്തമാണ്. അത് ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത് അവിടെ. നെക്സ്റ്റ്, ഇറ്റ് ബിലോങ്സ് ടു മൈ ബ്രദർ, അത് എൻ്റെ സഹോദരൻ്റെതാണ്. ഇവിടെ ബിലോങ്സ് എന്നതാണ് സ്റ്റേറ്റീവ് വെർബ്. നെക്സ്റ്റ്, ഇറ്റ് സീംസ് ടു ബി വേസ്റ്റ് ഓഫ് ടൈം, അതായത് അത് സമയം വെറുതെ കളയുന്നതായി തോന്നുന്നു. സീംസ് എന്നാണ്, അത് തോന്നുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വന്നേക്കുന്നത്. നെക്സ്റ്റ്, ഷീ അപ്പിയേഴ്സ് ടു ബി വെരി ടയർഡ്, അവൾ വളരെ ക്ഷീണിതയായി തോന്നുന്നു. അവിടെ അപ്പിയർ എന്ന് വെച്ചാൽ കാണപ്പെടുക, തോന്നുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അടുത്തത്, ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ, ലുക്ക് ആണ് ഇവിടുത്തെ സ്റ്റേറ്റീവ് വെർബ്. അവൾ സുന്ദരിയായി കാണപ്പെടുന്നു. കാണപ്പെടുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വന്നേക്കുന്നത്. അത് നമ്മുടെ ദൃശ്യത്തിന്, നമ്മുടെ നോട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ്, ഐ നോ ഹിം വെൽ, നോ എന്നതാണ് ഇവിടുത്തെ സ്റ്റേറ്റീവ് വെർബ്, അറിയുക എന്നുള്ളത്. അവനെ ഞാൻ നന്നായി അറിയുന്നു. അടുത്തത്, ബിലീവ്, ബിലീവ് എന്നുള്ള ഒരു വേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്യാൻ ഐ ബിലീവ് ഇറ്റ്, അതെനിക്ക് വിശ്വസിക്കാമോ. വിശ്വസിക്കുക എന്നുള്ളതാണ് ബിലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിലീവ് എന്ന വേർഡിന്റെ അർത്ഥം വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. അതും ഒരു സ്റ്റേറ്റീവ് വെർബാണ്. ഇത്രയും എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റീവ് വെർബിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്ഷൻ വെർബ് എന്താണെന്നും സ്റ്റേറ്റീവ് വെർബ് എന്താണെന്നും ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് സ്റ്റേറ്റീവ് വെർബിൽ മനസ്സിലാക്കി. കാരണം അത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യാറുണ്ടെങ്കിലും അത് ഏത് വേർബാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ക്ലാരിറ്റി പലപ്പോഴും കിട്ടാറില്ല. എന്നാൽ ആക്ഷൻ വെർബ് എപ്പോഴും നമുക്കറിയാം
അത് വേർബാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതും വേർബ്സ് ആണ്, പക്ഷേങ്കിൽ ഇത് സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിന് വളരെ ക്വിക്കായിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റും. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് ലിങ്കിങ് വേർബ്സ് ആണ്. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിങ്ക് ദ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ് ടു ദ അതർ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ്. അതായത് സബ്ജക്റ്റും അതർ പാർട്സ് ഓഫ് ദ സെൻറ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ലിങ്കിങ് വേർബ്സ്. അതേതൊക്കെ വേർഡ്സ് ആണ് നമുക്ക് നോക്കാം. ഈസ്, ആർ, ആം, വാസ്, വേർ, ബി, ബീയിങ്, ബീൻ. അതുകൂടാതെ സീം, ബിക്കം, അപ്പിയർ, സൗണ്ട്, ഫീൽ, സ്മെൽ, ഇങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട് ലിങ്കിങ് വേർബായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഫസ്റ്റ് വൺ, ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്. ഐ എന്ന സബ്ജക്റ്റ് ഹാപ്പി എന്നുള്ള വേർഡുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അതൊരു സെൻറ്റൻസ് ആയി. ആ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡാണ് ലിങ്കിങ് വേർബ് ആം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷീ വാസ് ടയേർഡ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. വാസ് ആണ് ഇവിടെ ലിങ്കിങ് വേർബായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അവൾ ക്ഷീണിതയായിരുന്നു. നെക്സ്റ്റ്, ഹി ഹാസ് ബീൻ സിക്ക്. ഇവിടെ ഹാസ് ബീൻ ആണ് ലിങ്കിങ് വേർബ് വന്നിരിക്കുന്നത്. അവന് അസുഖമുണ്ടായിരുന്നു. ഹീയും സിക്കും കൂടെ കണക്ട് ചെയ്തേക്കുന്നത് ഹാസ് ബീൻ എന്ന ലിങ്കിങ് വെർബ് കൊണ്ടാണ്. നെക്സ്റ്റ്, ഹി സീംസ് ആംഗ്രി. ഇവിടെ സീംസ്, അതായത് തോന്നുന്നു എന്നുള്ള ഒരു വേർഡാണ് അവിടെ വന്നിരിക്കുന്നത്. അതാണ് ലിങ്കിങ് വെർബ്. നെക്സ്റ്റ്, ഷീ ബിക്കെയിം എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറായി. ഇവിടെ ബിക്കെയിം എന്നുള്ളതാണ് കണക്റ്റിംഗ് വെർബൽ ലിങ്കിങ് വെർബായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഷീ അപ്പിയേഴ്സ് അപ്സെറ്റ്. അവൾ വിഷമിച്ചിരിക്കുന്നതായി തോന്നുന്നു. അപ്പിയേഴ്സ് എന്നുള്ള വേർഡാണ് ഇവിടുത്തെ ലിങ്കിങ് വെർബ്. അതായത് സബ്ജക്റ്റിനെയും അപ്സെറ്റ് എന്ന വേർഡിനെയും കൂടെ കണക്ട് ചെയ്തേക്കുന്നത്. ഇത്രയുമാണ് ലിങ്കിങ് വെർബ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ആക്ഷൻ വെർബും അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വെർബും ലിങ്കിങ് വെർബും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സെഷൻ നമ്മൾ 3 ടൈപ്പുള്ള വേർബ്സ് ആണ് പഠിച്ചത്. ആക്ഷൻ വെർബ്, സ്റ്റേറ്റീവ് വെർബ് ആൻഡ് ലിങ്കിങ് വെർബ്സ്. കുറേ എക്സാമ്പിൾസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ബാക്കിയുള്ള വേർബ്സ് നമുക്ക് അടുത്ത ലേണിംഗ് സെഷനിൽ കവർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.